കൂട്ടുകാരെ, നാം എല്ലാം എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ കുറെ കുഞ്ഞുങ്ങളുണ്ട് കഷ്ടപ്പാടിലൂടെ അനുഭവിക്കുന്ന. അങ്ങനെയുള്ള ഒരു കൊച്ചു ബാലന്റെ കഥയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേരെന്താണെന്നല്ലേ? ആഗ്രഹം. ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ആലമേഞ്ഞ ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരെന്താണെന്നല്ലേ? കുട്ടൻ. അവൻ സ്കൂൾ ജീവിതം എന്താണെന്നും പോലും അറിയില്ല. അവൻ കൊടുക്കാൻ വസ്ത്രമോ കഴിക്കാൻ ഭക്ഷണമോ എന്തും ഉണ്ടായില്ല. അവനക്ക് പക്ഷെ പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സങ്കടം കണ്ട് അവൻ്റെ അമ്മ അവനൊരു സർക്കാർ സ്കൂൾ ചേർത്തി. അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ചെരുപ്പുകൾ, പുതിയ ബാഗുകൾ എല്ലാം ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മക്ക് അവൻ്റെ മുഖത്തിലേക്ക് നോക്കാനേ പറ്റില്ല. അങ്ങനെ അവിടെ വെച്ച് അവനക്കൊരു സുഹൃത്തിനെ കിട്ടി. അവൻ്റെ പേരെന്താണെന്നല്ലേ? ബാബു. അവൻ വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, എൻ്റെ വീട് ഓലയുമല്ല ഓടുമല്ല, എൻ്റെ വീട് മാനികപുറമുള്ള വീടാണ്. കുട്ടൻ അതിശയത്തോടെ ചോദിച്ചു, മാനികപുറമുള്ള വീടോ? അപ്പോൾ ബാബു ചോദിച്ചു, നിനക്ക് ഇങ്ങനത്തെ വീടുകളൊന്നും അറിയില്ലേ? നിന്നെ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബും കുട്ടനെ അയച്ച് അവൻ്റെ വീട്ടിലേക്ക് പോയി. വീട് എത്തിയതും കുട്ടൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ ബാബു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ അതിൻ്റെ അടുത്തായിട്ട് മറ്റൊരു വീട്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ വലിയൊരു പട്ടിക്കുട്ടി. അതിൻ്റെ മുമ്പിൽ വലിയൊരു പാത്രം. അതിൽ നിറയെ ഭക്ഷണം. അതൊക്കെ പട്ടിക്കുട്ടിക്ക് കഴിക്കാനുള്ളതായിരുന്നു. അപ്പോൾ കുട്ടൻ്റെ വായിൽ വെള്ളം വന്നു. അങ്ങനെ ഒരു ദിവസം ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് വലുതാകുമ്പോൾ എന്താവാനാ ആഗ്രഹം? കുട്ടൻ എണീറ്റ് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലത്തെ പട്ടിക്കുട്ടിയായാൽ മതി. എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അത്ര നേരം ചെറി ഉണ്ടായില്ല. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ കുട്ടൻ്റെ അവസ്ഥ മനസ്സിലാക്കി. അങ്ങനെ കുട്ടനിക്ക് വീടും ഉടുക്കാൻ വസ്ത്രവും കഴിക്കാൻ ഭക്ഷണവും എല്ലാം ഒരുക്കി കൊടുത്തു. ഞാൻ പറഞ്ഞ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാതും ആവാൻ കഴിയുകയുള്ളൂ.